എറണാകുളം നേര്യമംഗലം നവോദയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉത്തർപ്രദേശിൽ വെച്ച് മർദ്ദനമേറ്റു. മൈഗ്രേഷൻ ക്യാമ്പിന് പോയ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥികളിൽ ഒരാൾ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നു. പോലീസിൽ പരാതി നൽകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവം? എന്താണ് സ്കൂൾ അധികൃതർ പറയുന്നത്? സ്മൃതി, നവോദയ സ്കൂളിലെ വിദ്യാർത്ഥികൾ സാധാരണ രീതിയിൽ ഒരു വർഷത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലെ നവോദയ സ്കൂളുകളിൽ മൈഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത് പഠിക്കുന്ന രീതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നേര്യമംഗലം നവോദയ സ്കൂളിലെ 22 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഉത്തർപ്രദേശിലെ ബലിയ നവോദയ സ്കൂളിൽ എത്തുകയും അവിടെ മൈഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തത്. എന്നാൽ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക്, ഈ മലയാളി വിദ്യാർത്ഥികൾക്ക് അവിടെ വെച്ച് മർദ്ദനമേറ്റു എന്നത് മാത്രമാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം നവോദയ സ്കൂളിനോ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്കോ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അവിടെ നിന്ന് ഒരു വിവരം ലഭിക്കുക മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ബലിയ നവോദയ സ്കൂളിൽ വെച്ച ഈ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റു എന്നൊരു വിവരം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് സംഭവം. ഇതിൽ ഒരു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾ നേര്യമംഗലം നവോദയ സ്കൂളിലെ അധികൃതരുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോലീസിൽ പരാതി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹൈദരാബാദ് ഡെപ്യൂട്ടി കമ്മീഷണർ റീജിയൻ ഓഫീസിലും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നവോദയ സ്കൂൾ അധികൃതർ പറയുന്നത്. എന്തായാലും എന്താണ് കാരണം, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടായത്, എത്രത്തോളം ഗുരുതരമാണ് പരിക്ക് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. സ്മൃതി. ശരി, അർജുൻ മട്ടന്നൂരാണ് പ്രാഥമികമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.